നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജീവൻ രക്ഷിക്കാൻ ഓടിയെത്തുന്ന ആശുപത്രിയിലെ ഡോക്ടർമാർ തന്നെ ജീവൻ എടുക്കുന്നു. മുംബൈയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ഗ്ലൗസുകളും ടിഷ്യൂ പേപ്പറും ഡോക്ടർമാർ വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടിയതിനെ തുടർന്ന് യുവതി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലാ ആശുപത്രിയിലാണ് സംഭവം. 19-കാരിയായ സന്ധ്യ സൂരജ് ഗെയ്വാദാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. ഓഗസ്റ്റ് 1-നാണ് യുവതി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. 4 ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലെത്തിയ സന്ധ്യയ്ക്ക് കടുത്ത വയറുവേദനയുണ്ടായിരുന്നു. എന്നാൽ പ്രസവത്തെ തുടർന്നുള്ള ബുദ്ധിമുട്ടാകാമെന്നാണ് യുവതി ആദ്യം കരുതിയത്. പക്ഷേ വേദന അസഹനീയമായതോടെ പൂനെയിലെ ആശുപത്രിയിൽ കുടുംബാംഗങ്ങൾ എത്തിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ സ്കാനിങ്ങിലാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങളടക്കം വയറിലുള്ളതായി കണ്ടെത്തിയത്. ഉടൻ തന്നെ യുവതിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി വയറ്റിൽ നിന്ന് ടിഷ്യൂ പേപ്പറും ഗ്ലൗസുകളും നീക്കം ചെയ്തു. ചൊവ്വാഴ്ച യുവതിയുടെ കുടുംബം ബീഡ് ജില്ലാ ആശുപത്രിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രസവിച്ച നവജാത ശിശുവിനെ കയ്യിലെടുക്കാൻ പോലും വയ്യാത്തത്ര വേദനയായിരുന്നു തന്റെ മകൾക്കെന്നും സന്ധ്യയുടെ അമ്മ പറഞ്ഞു. യുവതിക്ക് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കും ജീവനക്കാർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് ബീഡ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് സതീഷ് കുമാർ സോളങ്കി അറിയിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരാളുടെ ജീവൻ തന്നെ എടുക്കും. കാരണം ഒരു അശ്രദ്ധ മൂലമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലൗസും ടിഷ്യൂ പേപ്പറും ആ വയറിനുള്ളിൽ കെട്ടിവെക്കുന്നത്? അത്രയും ശ്രദ്ധയോടെ ഒരു ജീവനാണ് മുൻപിലുള്ളത്. ആ ജീവന്റെ വില തൻ്റെ കൈകളിലാണ് എന്ന് കരുതിയാണ് ഓരോ ഡോക്ടർമാരും വളരെ ഏകാഗ്രതയോട് കൂടിയിട്ട് തന്നെ ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്നത്. എന്നാൽ ഇത്തരം അശ്രദ്ധ മൂലം രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന സംഭവങ്ങൾ ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കാൻ പറ്റില്ല. കടുത്ത ശിക്ഷാ നടപടി തന്നെ കുറ്റക്കാർക്കെതിരെ എടുക്കും എന്ന് കരുതാം. കേരളത്തിലും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും വലിയ രീതിയിൽ വിവാദമായത് നമ്മൾ ഓർക്കുകയാണ്. കേരളത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ വയറ്റിൽ കത്രിക കുടുങ്ങിയ ചികിത്സാ പിഴവിനിരയായ കെ ഹർഷനെയും നമ്മൾ മറക്കില്ല. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉഷ ജോസഫിന്റെ വയറ്റിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക കുടുങ്ങിയ സംഭവങ്ങളും ഏറെ വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കും വഴിവെച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയ പൂർത്തിയാക്കി വയറ് തുന്നിക്കെട്ടുമ്പോൾ ഡോക്ടർമാരുടെയോ നഴ്സുമാരുടെയോ ഭാഗത്തു നിന്നുണ്ടാകുന്ന അശ്രദ്ധ കാരണമാണ് ഇത്തരം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ശരീരത്തിനുള്ളിൽ പെട്ടുപോകുന്നത്. കടുത്ത വയറുവേദന, അണുബാധ, ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ വർഷങ്ങളോളം ഇവർക്കുണ്ടാകാൻ പോകുന്നത്. ഇത്തരം വീഴ്ചകൾ വരുത്തുന്നവർക്കെതിരെ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇരകൾക്ക് നീതി വളരെ വൈകി ലഭിക്കുന്ന സാഹചര്യമാണ്. കുറെ സമരം കണ്ടു, കുറെ നേതാക്കന്മാരെ കണ്ടു, മന്ത്രിമാരെ കണ്ടു, MLA-മാരൊക്കെ കണ്ടു. പിന്നാലെ നടന്നാൽ മാത്രമായിരിക്കും പലർക്കും ഈ കാര്യത്തിൽ നീതി ലഭിക്കുകയുള്ളൂ. ഇത് കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണം കേട്ടാലോ നമ്മൾ പോലും ഞെട്ടാറുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു തരത്തിലും മെഡിക്കൽ മേഖലയിൽ സംഭവിക്കാൻ പാടുള്ളതല്ല. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. ശിക്ഷാ നടപടികളും അവർക്കെതിരെ കർശനമായി തന്നെ എടുക്കണം എന്ന് തന്നെ വിചാരിക്കാം.